ശരിയാണ്, ഇടതുപക്ഷം പരാജയപ്പെട്ടു. ചെറുതൊന്നുമല്ലാത്ത വലിയ പരാജയപ്പെടൽ തന്നെയാണ് ഇടതുപക്ഷം നേരിടേണ്ടി വന്നതും. പരാജയത്തിന്റെ മൂല കാരണമായി എല്ലാവരും പറയുന്നത് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയാണ്. പിണറായി വിജയൻ എന്ന അഴിമതിക്കാരൻ, പിണറായി വിജയന്റെ ധൂർത്തും അഹങ്കാരവും. പരാജയത്തിന്റെ ആഘാതം കുറച്ചു വലുതായപ്പോൾ ആഘാതത്തിന്റെ ഭാണ്ഡക്കെട്ട് മുഖ്യന്റെ തലയിലേക്ക് വെച്ച് കെട്ടാൻ ശ്രമിക്കുന്ന നിരവധി പേരാണ് ഇടതുപക്ഷത്ത് ഇപ്പോൾ ഉള്ളത്. 2016 നിന്ന് 24 എത്തി നിൽക്കുമ്പോൾ ഇന്നു കാണുന്ന കേരളത്തെ കേരളമായി മാറ്റിയതിൽ പിണറായി വിജയന് വലിയ പങ്കുണ്ട്. തോൽവിയുടെ പഴിയെല്ലാം അദ്ദേഹത്തിന്റെ ചുമലിൽ കെട്ടുന്നതിന് മുമ്പ് ക്രൂശിക്കേണ്ട മറ്റു ചിലരുണ്ട്. ആരാണവർ? എന്താണ് അവർ ചെയ്ത തെറ്റ്? അത് പരിശോധിക്കുക തന്നെ വേണം. ഏകവ്യക്തി സ്തുതിപാഠകരുള്ള പാർട്ടിയല്ല ഇടതുപക്ഷം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ശൈലിയോ രീതിയോ ഇടതുപക്ഷത്തിന് ഇല്ല. അങ്ങനെ ഒരു വ്യക്തിയെ മാത്രം വിഗ്രഹാരാധന നടത്തി മുൻപോട്ട് പോകുവാനായിരുന്നു ഇടതുപക്ഷത്തിന്റെ തീരുമാനമെങ്കിൽ EMSഉം EK നയനാരും അങ്ങനെ നിരവധി പേരാണ് ഇടതുപക്ഷത്ത് നേതാക്കന്മാർ. എന്നിട്ടും ആ വഴിയൊന്നും സഞ്ചരിച്ചിട്ടില്ലാത്ത പാർട്ടി, അല്ലെങ്കിൽ ആ വഴിക്ക് സഞ്ചരിക്കുവാൻ ശ്രമിച്ച P ജയരാജനെയും സഹയാത്രികരെയും രാഷ്ട്രീയ വിലക്കിട്ട് പൂട്ടിയ നേതാവാണ് സഖാവ് പിണറായി വിജയൻ. പക്ഷേ അതേ പിണറായി വിജയനെ ഒരു വലിയ വിഗ്രഹമാക്കി മാറ്റിയ നിരവധി പേരുണ്ട് ഇടതുപക്ഷത്ത്. കഴിഞ്ഞ 8 വർഷത്തിനിടെ അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് ഇറങ്ങിയ പേരുകളെല്ലാം ശ്രദ്ധേയമാണ്. ക്യാപ്റ്റൻ, ഇരട്ടച്ചങ്കൻ, കാരണഭൂതൻ, അങ്ങനെ നീളുന്നു 8 വർഷത്തിനിടയ്ക്ക് നേടിയ പേരുകളുടെ എണ്ണം. സ്വയം പാർട്ടിക്കാരുടെ വാഴ്ത്തുപാട്ട് കേട്ട് മുഴുകിയിരുന്നു പോയി പാവം പിണറായി വിജയൻ. അതിനനുസരിച്ച് ഭരണത്തിലുടനീളം ഘടകകക്ഷികളെ പോലും വിസ്മരിപ്പിച്ച് ഏകാധിപത്യത്തിന്റെ പാത പണിയുകയാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ചെയ്തത്. പിണറായി വിജയന്റെ ഏകാധിപത്യത്തിന്റെ പുത്തൻ രൂപം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയത്തിന് ശേഷമായിരുന്നു. ആ സമയങ്ങളിലൊന്നും കൂടെ നിന്ന് ഒന്ന് നേർവഴിക്ക് നയിക്കുവാൻ നിൽക്കാത്ത സഹപ്രവർത്തകരാണ് ഇപ്പോൾ അദ്ദേഹത്തെ ക്രൂശിക്കുവാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ അന്നത്തെ വിജയത്തിന് പ്രളയവും കോവിഡുമൊക്കെ കാര്യമായ സാഹചര്യത്തിലും പിണറായി വിജയൻ എന്ന നേതാവിന്റെ മാത്രം വ്യക്തിപ്രഭയിൽ ഉണ്ടായ വിജയമാണെന്ന് പറഞ്ഞു വരുത്തിയ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം അണികളെയാണ് ആദ്യം കുറ്റപ്പെടുത്തേണ്ടത്. അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ഇടതുപക്ഷത്തിന് എല്ലാമായി ഒരാൾ മാത്രം മാറി. നേർവഴി ചൊല്ലിക്കൊടുക്കുവാൻ ആളില്ലാത്തത് കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സഞ്ചരിക്കരുതാത്ത വഴിയിലൂടെ പാവം പിണറായിക്ക് സഞ്ചരിക്കേണ്ടി വന്നു. ഒപ്പം കണ്ണുമടച്ച് ന്യായീകരിക്കേണ്ട ബാധ്യത പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാർക്കും ഉണ്ടായി. ഘടകകക്ഷികൾക്കും അതേ സ്ഥിതി തന്നെ. എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുഖ്യമന്ത്രിയെ തിരുത്തി നേർവഴിക്ക് കൊണ്ടുവരാമെന്ന് പ്രതീക്ഷിച്ച് നിയമസഭയിലെത്തിയ പ്രതിപക്ഷത്തിന് പാർട്ടിക്കുള്ളിലെ പിണക്കങ്ങളും പരിഭവങ്ങളും പിരിഞ്ഞുപോക്കലുമൊക്കെ തടഞ്ഞു നിർത്തുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അത് മാത്രമല്ല, ഓരോ ദിവസവും ഓരോരോ പുതിയ വിഷയങ്ങൾ ഉയർന്നുയർന്ന് വന്നപ്പോൾ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പ്രതിപക്ഷത്തിന് സാധിച്ചതുമില്ല. സർക്കാരിനെതിരെ ഒരു സമരം നടത്തുമ്പോൾ ആയിരിക്കും അടുത്ത ആരോപണം സർക്കാരിനെതിരെ ഉയർന്നു വരുന്നത്, അതിനു പിന്നാലെ അടുത്തത്. അങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരുന്നത് കൊണ്ടാണ് ഒന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് തിരുത്തുവാൻ പ്രതിപക്ഷത്തിനും സാധിക്കാതെ പോയത്. അങ്ങനെ പിണറായി സഖാവ് നയിക്കുന്ന സർക്കാരിന് മനസ്സിലായി ചെയ്യുന്നതൊന്നും ചോദ്യം ചെയ്യുവാൻ ഇവിടെ ശക്തരായ ആരുമില്ല എന്ന്. അങ്ങനെ ഇടതുപക്ഷ പ്രസ്ഥാനം സഞ്ചരിക്കാത്ത വഴിയിലൂടെ പിണറായിയുടെ നേതൃത്വത്തിൽ പാർട്ടി സഞ്ചരിക്കുന്നു. അപ്പോഴൊന്നും മിണ്ടാത്ത അവർ ഇന്നിപ്പോൾ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ പിണറായിക്കെതിരെ പാർട്ടി യോഗങ്ങളിൽ ഉറഞ്ഞു തുള്ളുകയാണ്. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് പാർട്ടിയിലെ കുഞ്ഞു സഖാക്കൾ ചെറിയ കുസൃതികൾ ചെയ്തു കൂട്ടുന്നത്. അതൊക്കെ അവരുടെ അവകാശമാണെന്ന മട്ടിലായിരുന്നല്ലോ EP ജയരാജനും AK ബാലനും ഗോവിന്ദ മാഷുമൊക്കെ ന്യായീകരിച്ചിരുന്നത്. എന്തിനേറെ, നവകേരള സദസ്സിൽ ഏറ്റവും വലിയ ജനാധിപത്യ പ്രതിഷേധമായ കരിങ്കൊടി പ്രതിഷേധത്തിൽ തലതല്ലി പൊളിച്ചപ്പോൾ പോലും ഒരക്ഷരം മിണ്ടിയില്ല പാർട്ടി നേതൃത്വം. മുഖ്യമന്ത്രി പിണറായി വിജയനും തന്ത്രപരമായി അതിന് കുടപിടിച്ചു കൊടുക്കുകയും ചെയ്തു. പണ്ടേ ദുർബല, ഇപ്പോൾ ഗർഭിണി എന്ന മട്ടിലായി പിന്നീട് അങ്ങോട്ട്. ഇടതുപക്ഷത്തിന്റെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ തങ്ങളുടെ ചെയ്തികളെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ന്യായീകരിച്ചപ്പോൾ പിന്നെയെല്ലാം കൈവിട്ട കളികളായി. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ കനത്ത തോൽവിയിൽ പാവം പിണറായി വിജയനെ മാത്രം കുറ്റപ്പെടുത്തുന്ന ആ രീതി ശരിയല്ല. SFIക്കും DYFIക്കും ഈ തോൽവിയിൽ മുഖ്യമായ ഇടമുണ്ട്. അങ്ങനെ പരസ്പരം എല്ലാത്തിനെയും ന്യായീകരിച്ച് ഭരണത്തോടൊപ്പം പാർട്ടിയുടെ നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കിയ പിണറായിക്കെതിരെ
നാവനക്കുവാൻ പോലും ധൈര്യമില്ലാതിരുന്ന മുതിർന്ന നേതാക്കളും കാഴ്ചവെട്ടിലെ മണ്ണ് സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രം ന്യായീകരണ തൊഴിലാളികളായി മാറിയ ഇതുപോലൊരു കാലഘട്ടം കേരളത്തിൽ CPM-ന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. വിഗ്രഹാരാധന പാർട്ടിയിൽ ആരംഭിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ അന്ന് P. ജയരാജനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റി ചെറിയ താക്കീതും ശിക്ഷയും നൽകിയത് പോലും. അതുകൊണ്ട് തന്നെ 24 പരാജയത്തിന്റെ കാരണക്കാരൻ മുഖ്യമന്ത്രിയല്ല, അതിനേക്കാൾ ഉപരി ഈ ന്യായീകരണ തൊഴിലാളികളാണ് എന്ന് നിസ്സംശയം പറയാം. അവർ സ്വയം പണയം വെച്ച നാവ് ഇപ്പോൾ തിരികെ എടുത്തിരിക്കുന്നു എന്ന് തോന്നുന്നു. ശബ്ദം ഉയരുന്നുണ്ട്. തൊട്ടു പിന്നാലെ ഉള്ളിൽ കിടന്ന ആത്മരോക്ഷങ്ങൾ പുറത്തു പറയുവാൻ അവസരം കിട്ടിയതുപോലെ ഓരോ ജില്ലാ സെക്രട്ടേറിയറ്റുകളിലും മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയരുന്നു. പണ്ട് ന്യായീകരിച്ചിരുന്ന ന്യായീകരണ തൊഴിലാളികളാണ് ഇന്ന് തകർച്ചയുടെ പടുകുഴിയിൽ നിൽക്കുന്ന മുഖ്യനെതിരെ മാത്രം കല്ലെറിഞ്ഞ് ഇവയെല്ലാം അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് എന്ന് കൂടി ഓർക്കണം. ഒരു കൊച്ചു കുഞ്ഞ് അവന്റെ അറിവില്ലാത്ത കാലത്ത് ചെയ്ത തെറ്റുകളെയെല്ലാം തിരുത്താതെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കുടുംബം. ആ തെറ്റുകൾ അവനോടൊപ്പം വളർന്നു വലുതാകുമ്പോൾ ആ തെറ്റ് അവന്റെ മാത്രം പ്രശ്നമാണെന്ന് പറഞ്ഞ് പഴിചാരുന്നത് ശരിയാണോ? ആലോചിക്കൂ, ശബ്ദമുയർത്തൂ.